സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലേക്കാണ്. നോട്ടമിട്ടിരിക്കുന്ന അവനെയാണ്, കറുത്ത ചെമ്മരിയാടിനെയാണ്. കറുത്ത മുട്ടൻ്റെ ചങ്ങിലെ ചോരയാണ് ലാലേട്ടന് ഇഷ്ടം. അപ്പോൾ നമുക്ക് കറുത്ത മുട്ടനെ തന്നെ പിടിക്കാം. അപ്പം നമ്മുടെ ചെമ്മരിയാടിനെ എല്ലാം പൊളിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിലെ തെരുവോര കാഴ്ചകളും ഗ്രാമങ്ങളിലെ കാഴ്ചകളും അവിടുത്തെ ഫുഡും ആസ്വദിക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മളോടൊപ്പം ഇന്ന് അനീഷുണ്ട്, നമ്മുടെ സാരഥി അനീഷുണ്ട്, അനീഷ് ഓർക്കിഡ്. നമ്മുടെ ജോബി അണ്ണനുണ്ട്. അപ്പം നമ്മൾ യാത്ര തുടരുകയാണ്. ഇപ്പം നമ്മൾ കോട്ടയത്ത് നിന്ന് മുണ്ടക്കയത്ത് എത്തിയിട്ടുണ്ട്. മുണ്ടക്കയത്ത് നിന്ന് നമ്മുടെ കിഴക്കിൻ്റെ കവാടത്തിലേക്ക്, ഇടുക്കിയുടെ കവാടത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ എല്ലാം എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മളപ്പം വത്തലകുണ്ടിലെ നമ്മുടെ കൂട്ടുകാരൻ്റെ എസ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി വൈകിയാണ് നമ്മളിവിടെ എത്തിയത്. ഇത് ശരിക്കും തെങ്ങും മാവും നെല്ലിയൊക്കെ നിറഞ്ഞ ഒരു 10-250 ഏക്കറുള്ള ഒരു എസ്റ്റേറ്റാണ്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് പുറകെ കാണിക്കാം. നമ്മളിപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ ഇപ്പം നേരം വെളുത്തപ്പോൾ രാവിലെ നമ്മൾ ഒരു വെറൈറ്റി ഗ്രില്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിൽ ആരും തന്നെ ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു ചെമ്മരിയാടിനെ മേടിച്ച് അതിനെ ഗ്രില്ല് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെമ്മരിയാടിനെ മേടിക്കുന്ന വേറൊരു എസ്റ്റേറ്റിൽ നിന്നാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ കാഴ്ചകൾ കാണാം. ഇത് നമ്മുടെ വൈഗയാണ്, വൈഗ നദിയാണ്. വൈഗ നദിയുടെ കുറുകെയുള്ള പാലം. എല്ലാം നദിയെല്ലാം വറ്റി വരണ്ട് കിടക്കുകയാണ്, വെള്ളമില്ല. നല്ല തെങ്ങും തൂപ്പുകളുടെ നടുവിലൂടെയുള്ള യാത്ര. നല്ല തമിഴ്നാട്ടിൽ വന്നാൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. തമിഴ്നാട് ഗ്രാമത്തിൻ്റെ നമ്മളങ്ങനെ ഫാം ഹൗസിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ചെമ്മരിയാടിനെ മേടിച്ചുകൊണ്ട് പോവാം. ഒരു രക്ഷയില്ല, തേങ്ങ ഇങ്ങനെ കിടക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ കിലോയ്ക്ക് നമുക്കിപ്പോൾ 40 രൂപ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ പക്ഷേ വില വളരെ കുറവാണ്. നമ്മളിവിടുന്ന് ട്രാൻസ്പോർട്ടിങ്ങിന് അവിടെ വരുമ്പോഴത്തേനും ഏകദേശമൊക്കെ വിലയായി. ഇവിടെ 10 രൂപയ്ക്കൊക്കെ തേങ്ങ കിട്ടും. നമുക്കൊരു തേങ്ങ എടുത്ത് നല്ല സൂപ്പറായിട്ട് വിളഞ്ഞ തേങ്ങയാണ്. നടക്കുകയാണ്. ആയിരക്കണക്കിനുണ്ട് ഈ തോട്ടം മുഴുവൻ, ഈ എസ്റ്റേറ്റ് മുഴുവൻ ഈ ചെമ്മരിയാടുകൾ ഒരുപാടുണ്ട്. ഇവരുടെ ഒരു മെയിൻ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഈ തോട്ടത്തിൽ ഒരു ഇപ്പം തെങ്ങാണെങ്കിൽ തെങ്ങ് മാത്രമല്ല, അതിനകത്ത് ചെമ്മരിയാടുകൾ ഉണ്ട്, പിന്നെ മാവുണ്ട്. നമ്മുടെ ഇപ്പം നാട്ടിലെ പ്ലാവ് ഇവിടെ ഇവർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 10-50 ഏക്കർ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ 50 കൃഷി ഉണ്ടായിരിക്കും ഇവിടെ. ഇപ്പം തന്നെ ഇതിപ്പം ഓരോ സീസൺ ആകുമ്പോഴത്തേനും ഇത് ഓടെ പിടിച്ച് അവർ തൂക്കി കൊടുക്കുകയാണ് ഓരോ ക്ലാസ്. ഇപ്പോൾ ഇത് കൊടുക്കാൻ തയ്യാറായി നിൽക്കുക. ഇതിൻ്റെ രോമം എല്ലാം അറുത്ത് എടുത്തിട്ടുണ്ട്. അത് വേറൊരു ബിസിനസ്സാണ്. ഇപ്പോൾ ഇതിനെ നമ്മൾ ഏതെങ്കിലും നമ്മൾ പറയുന്ന ഒന്നിനെ അവർ പിടിച്ചു തരും. നമുക്ക് നോക്കാം. നമുക്ക് പറ്റിയ ഗ്രില്ല് ചെയ്യാൻ ഒരുപാട് വലിപ്പം വേണ്ട, കാരണം ഒത്തിരി വലിപ്പം ഉണ്ടെങ്കിൽ ഇത് വേഗാനൊക്കെ താമസിക്കും. നമുക്കൊരു മീഡിയം ഇത് മതി. അപ്പം ഇത് അദ്ദേഹം പറഞ്ഞ ഈ ബക്രീദ് സമയം അല്ലേ, ബക്രീദ് സമയത്താണ് ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കുന്നത്. ഇതെല്ലാം പെണ്ണാടില്ലല്ലേ, എല്ലാം മുട്ടൻ, ഇറച്ചിക്ക് മട്ടും അല്ലേ, ഇറച്ചിക്ക് മട്ടും. ഇത് പെരുസ് എത്ര കിലോ ഇരിക്കും? இப்போ வந்து இது வந்து 25 கிலோ இருக்கு. பெருசு 25 கிலோ இருக்கு അല്ലേ? 27 இருக்கு. ഓക്കെ ഓക്കെ. ഫിഷിൻ്റെ മീനിനെ വളർത്തുന്ന ഒരു വലിയ കുളമുണ്ടേ. അപ്പം നമുക്കത് കാണാൻ പോയപ്പോൾ അതിൻ്റെ തീറ്റയായിട്ട് പോവുകയാണ്. തീറ്റ ഇട്ട് കഴിഞ്ഞാൽ മീൻ പൊങ്ങി വരുമെന്നാണ് പറഞ്ഞത്. നമുക്കപ്പോൾ നോക്കാം. ഇവിടെ തോട്ടത്തിലെ മാനേജരുമായിട്ട് നമ്മളങ്ങോട്ട് നടക്കുകയാണ്. എന്താ കാണാതെ സിലോപ്പിയ അല്ലേ? ഇത് എത്ര മീനിനെ ഇട്ടിട്ടുണ്ട് ഇതില്?
3000 ഉണ്ടല്ലേ? ഏകദേശം 30 ലക്ഷം വെള്ളം കൊള്ളുന്ന ഒരു വലിയ പടുതാക്കുളമാണിത്. നല്ല രീതിയിൽ മീനിനെ വളർത്തി ഭയങ്കര ലാഭകരമാണെന്നാണ് അവർ പറയുന്നത്. നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. ചക്ക ഇവിടെ വന്ന് അവർ നല്ലൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മുടെ നാടൻ കോഴി, നമുക്കിപ്പോൾ നാടൻ കോഴി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലേ ഉള്ളൂ. നമ്മുടെ അടുത്ത് പൊരുന്നയുള്ള കോഴിയില്ല. ഗ്രാമശ്രീ അങ്ങനെയുള്ള കോഴികളുള്ള ഇപ്പോൾ ഒറിജിനൽ നാടൻ കോഴി. ഇതിപ്പം പോര് കോഴിയാണ് പൂവ് നിൽക്കുന്നത്. പോരിനൊക്കെ ഇവർ കൊണ്ടുവന്നാണ്. നല്ല ചക്ക കണ്ട, ചെറിയ ചെറിയ പ്ലാവ്, കൈവണ്ണം പോലും ഇല്ല പ്ലാവിൻ്റെ. കൈ വെച്ച് കാണിക്കാം. അതുകൊണ്ട് നമ്മുടെ കൈവണ്ണം ഇല്ല പ്ലാവിന്. അതിൽ ചക്കയുടെ കാണാം, മുഴുത്തയൊക്കെയാണ്. ചെറിയ പ്ലാവേൽ 6 ചക്കയുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു എത്ര സ്ഥലം ഉണ്ടല്ലോ അവർ എല്ലാ വെറൈറ്റി ചെയ്യും. അതിൻ്റെ കായ ഉണ്ടായിക്കിടാം, ഡ്രാഗണിൻ്റെ കായ. ഇത് റെഡ് ഡ്രാഗൺ ആണ്. ഇതിനകവും റെഡാണ്. അപ്പം നല്ല മധുരമുള്ളതെന്നാണ് പറഞ്ഞത്. നമ്മുടെ എന്ന് പറയുമ്പോഴത്തേനും അത് ചിലത് കണ്ടിക്കുമ്പോൾ അകത്ത് വൈറ്റ്, അതിന് മധുരം കുറവാണ്. പക്ഷേ ഇത് നല്ല സ്വീറ്റാണെന്നാണ് പറഞ്ഞത്. ഇത് പഴുത്താണ്, പക്ഷെ തിരി എടുത്തിട്ട് ഇവർ ഇതിൻ്റെ ചെറിയ കായാണ്. നമുക്ക് ഒരെണ്ണം നടത്തി ഇതിൻ്റെ നോക്കാം. അതുകൊണ്ട് ഇതിൻ്റെ അകം നോക്കി അറിയാം. നല്ല റെഡ് കളറാണ്, പുറത്തേക്കാൾ നല്ല കളറാകത്ത് കണ്ടില്ലേ. ഒരു ശകലം ഒന്ന് കഴിച്ചു നോക്കാം. ഓ, വാരം മധുരാട്ടോ, നല്ല. പിന്നെ അതിനകത്തൊരു കടുക് പോലെ ഒരു സാധനമുണ്ട്. എൻ്റെ സീഡാണ്, പക്ഷെ അത് കടിക്കുമ്പം നല്ലൊരു സുഖമുണ്ട്. നല്ല അടിപൊളി. ചെറിയൊരു മുരിങ്ങ കാണിക്കുക. കായായി വരുന്നേ ഉള്ളൂ, നിറച്ചും കായാണ് അല്ലേ. വളരെ ലെങ്തി ആയിട്ടുള്ള കായ, ഒരു മീറ്റർ അടുത്തൊക്കെ വരും കായ. തീരുന്നില്ല, ഇത്ര നീളമുണ്ട് അല്ലേ. നിറച്ചും ചെറിയ കമ്പാണ്. നന്നായിട്ട് കാ പിടിച്ചിട്ടുണ്ട്. പല കളറിലുണ്ട് ഇവിടെ. നമുക്ക് കാണാം വെള്ളയുണ്ട്. നമ്മുടെ മനസ്സിലെ വിചാരം എന്താ വെച്ചാൽ വെള്ള മാത്രമേ ഉള്ളൂ ചെമ്മരിയാടെന്നാണ്. വെള്ളയുണ്ട്, ഇതിപ്പം കറുത്തുണ്ട്. നമ്മളിപ്പോൾ നോട്ടമിട്ടിരിക്കുന്ന അവനെയാണ്, കറുത്ത ചെമ്മരിയാടിനെയാണ്. കറുത്ത മുട്ടൻ്റെ ചങ്ങിലെ ചോരയാണ് ലാലേട്ടന് ഇഷ്ടം. അപ്പം നമുക്ക് കറുത്ത മുട്ടനെ തന്നെ പിടിക്കാം. അപ്പം നമ്മുടെ ചെമ്മരിയാടിനെ എല്ലാം പൊളിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവന് ഒരു 8 കിലോ 9 കിലോ ഉണ്ടാവും വെയിറ്റ്. അപ്പം നമുക്കിവനെ പിന്നെ രോമം എല്ലാം പോയി കഴിഞ്ഞപ്പം മൊത്തോടെ നോക്കിപ്പോൾ ഒരു 13 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 9 കിലോ കാണുമായിരിക്കും. നമുക്കിവനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇവനെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് രോമങ്ങളൊക്കെ ഉണ്ട്. ശകല ഇതിൻ്റെ ഈ ചെറിയ വേസ്റ്റ് പാടകളൊക്കെ ഉണ്ട്, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആവശ്യമില്ലാത്ത ഈ പാടയുണ്ട്. സൂപ്പറായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ബ്ലഡ് എല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവനെ നമുക്കൊന്ന് പൊളന്ന് എടുക്കണം. നമ്മൾ ആ ഗ്രില്ല് ചെയ്യുന്ന പാകത്തിന് നല്ല ഒന്ന് പൊളന്നെടുക്കണം. ണ്ട് നമ്മൾ ഒന്നുകൂടെ ഇത് തൈരിട്ടൊന്ന് വാഷ് ചെയ്യണേ. കാരണം വെച്ചാൽ ഈ ആടിനൊരു ചെറിയൊരു മുശുക്കുവയുണ്ട്. അപ്പോൾ ഈ തൈര് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അങ്ങ് മാറും. ഇതുണ്ട്, ഇത് തമിഴ്നാടിൻ്റെ 10 രൂപയുടെ തൈരാണ്. 10 രൂപയ്ക്ക് ഇവിടെ പാലും കിട്ടും തൈരും കിട്ടും. അതാ രസം. ഒരു 2 ചായ കുടിക്കേണ്ടവർക്ക് ഒരു പാക്കറ്റ് പാല് മേടിച്ചാൽ മതി. ചെറിയൊരു വീട്ടിലേക്കാണ് ഒരു പാക്കറ്റ് തൈര് മേടിച്ചാൽ മതി. 10 രൂപയ്ക്ക് കിട്ടുന്നതാണ്. നമ്മൾ നല്ല തൈരിട്ട് ഇവനെ ഒന്ന് കഴുകുക. അപ്പോൾ ഇവൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്, ആടിനൊരു സ്മെല്ലുണ്ടല്ലോ, അത് മാറിക്കോളൂ. ഒന്ന് വരയിട്ട് കൊടുക്കാം.
അതിലൊക്കെ നമുക്ക് നാടത്തിൽ വരയിട്ട് കൊടുക്കാം. കഴുത്തിച്ചിരി കട്ടിയുള്ള ഭാഗമാണ്, അതൊക്കെ നല്ലതായിട്ട് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ അകത്തോട്ട് നമുക്കൊന്ന് പിടിച്ച് ആടിന് നമ്മളെല്ലാം വരയെല്ലാം ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിൻ്റെ തേക്കാനുള്ള മസാല നമുക്ക് നോക്കാം. ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഇത് നമ്മുടെ ഗരം മസാല പൊടിച്ചുകൊണ്ട് വന്നതാണ്. ഇത് നമ്മളൊരു സ്പെഷ്യൽ മസാല, ആടിന് വേണ്ടി ഒരു സ്പെഷ്യൽ മസാല, ഒരു തായ് മസാലയാണ്. ഇത് നമ്മുടെ കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഓയിൽ എടുത്തിട്ടുണ്ട്, ഒരു 4 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്ന് മാറിനേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം കുറച്ച് ഗരം മസാല, ഇത് തായ് സ്പെഷ്യൽ ആട് മസാലയാണ്, കുറച്ച് മതി. അതിനകത്ത് നമ്മൾ കാശ്മീരി ചില്ലി അതൊരു 3 സ്പൂണ്, കുരുമുളക് പൊടി, കുരുമുളക് വെച്ച് കൂടുതൽ ഇടുന്നോട്ടെ, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി 1 സ്പൂൺ മതി. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നല്ല പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്. വെളുത്തുള്ളി ഇഞ്ചി കൂടെ നമ്മൾ പേസ്റ്റ് ആക്കിയതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസ് ഒഴിക്കുകയാണ്. പിന്നെ കുറച്ച് ഓയിൽ. ഓക്കെ, ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ലൊരു കുഴമ്പ് രൂപത്തിൽ അങ്ങോട്ട് കുഴച്ചെടുക്കുക. നമുക്ക് നല്ലപോലെ മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വിടണം. നല്ലതായിട്ടിരുന്ന് മാറിനേറ്റ് ചെയ്തോട്ടെ. ഒരു 3 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഗ്രില്ലിലേക്ക് കിടക്കാം. അപ്പം 3 മണിക്കൂർ റെസ്റ്റ്. നമ്മളപ്പോൾ ആടിനെ പുരട്ടി വെച്ചിട്ട് ഏകദേശം 3 മണിക്കൂറായിട്ടുണ്ട്. നമുക്കവനെ ഒന്ന് ഗ്രില്ലിലേക്ക് മാറ്റാം. പതുക്കെ ഗ്രില്ലെടുത്ത് താഴേക്ക് വെച്ചിട്ട് ഇവനെ പതുക്കെ അങ്ങോട്ട് വലിച്ച് മുകളിലേക്ക് കയറ്റാം. അവനെ നമുക്ക് കമ്പിയിട്ട് വൈൻഡിങ് വയർ കൊണ്ടൊന്ന് കെട്ടി കൊടുക്കണം. എല്ലാ സൈഡും 4 കാലും സെൻറ്ററും ഒക്കെ നല്ലപോലെ ഒന്ന് കെട്ടി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ചെയ്യാൻ. കാരണം എല്ലാ ഭാഗവും വേണ്ടതാണ്. അപ്പം നല്ല രീതിയിലൊന്ന് കെട്ടി കൊടുക്കുക ഇത് മൊത്തം ഒന്ന്. നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള കരിയൊക്കെ ഒന്ന് കത്തിക്കണം. അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് വിറകിട്ടിട്ടുണ്ട്. വിറകിട്ടിട്ട് നമുക്ക് ആദ്യമേ ഒന്ന് തീ കത്തിച്ചു കൊടുക്കണം. തീ ഒന്ന് പിടിപ്പിക്കാം. കുറച്ച് കർപ്പൂരം ആദ്യം വെച്ചിട്ടേ. നല്ല കാറ്റുണ്ട് ഇവിടെ. തമിഴ്നാട്ടിലെ കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. കാറ്റടിക്കും. ആണ് പറയുന്നത്. കേരളത്തിൽ മഴ പെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ കാറ്റടിക്കും. ഇത് തന്നെ നല്ല കരി ആയിട്ട് നമ്മുടെ ഗ്രില്ല് കരിയെല്ലാം കത്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇവനെ ആദ്യം നമുക്ക് അങ്ങോട്ട് ഗ്രില്ലിലേക്ക് ഒന്ന് കയറ്റാം. ഇപ്പം നമ്മുടെ ചെമ്മരിയാടിനെ നമുക്ക് ഗ്രില്ലിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. എന്നാലും നല്ല ചൂടുണ്ട്. നല്ല ചൂടിലാകും പതുക്കെ ഇരുന്ന് വേകണം. നമുക്ക് ഇടയ്ക്കൊന്ന് കറക്കി തിരിച്ചു കൊടുക്കണം. അതൊക്കെ സമയമെടുത്ത് വേണം വേകാൻ. ഏകദേശം ഇടയ്ക്ക് നമുക്ക് ഒരു ഇച്ചിരി നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ചൂട് ഒരു രക്ഷയില്ല, അടുത്ത് നിൽക്കത്തില്ല, അത്രയ്ക്കും ചൂടാണ്. നമുക്കൊന്ന് ഇത് ഡ്രൈ ആകുന്നതനുസരിച്ച് നെയ്യ് തേച്ച് കൊടുക്കണം. ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതാണ്ട നല്ല
നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചു നേരം കൂടി ഇരുന്നോട്ടെ, ഞാൻ വാരിയൊക്കെ ഒന്ന് കുത്തിവിടാം. അപ്പം നമ്മുടെ ചെമ്മരിയാട് നല്ലതായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്, നല്ല ഗ്രില്ലായിട്ടുണ്ട്. നമുക്കിനി ഇവനെ ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവനെ നമുക്ക് ഗ്രില്ലിൽ നിന്ന് വാങ്ങി അതിൻ്റെ കമ്പിയുടെ കെട്ടൊക്കെ അഴിച്ച് അങ്ങോട്ട് മാറ്റാം. പിടിച്ചേട്ടാ, ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. പിന്നെ നമ്മൾ നേരെ ടേബിളിലേക്ക് മാറ്റാം. നമ്മൾ അവനെ കെട്ടൊക്കെ അഴിച്ച്, കമ്പിയുടെ കെട്ടൊക്കെ അഴിച്ച് നേരെ കഴിക്കത്തക്ക രീതിയിൽ സലാഡൊക്കെ കൊണ്ടൊന്ന് അലങ്കരിച്ച് ഒന്ന് ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തം നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഇതേ നല്ല ഈ ചെമ്മരിയാടായതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നും. പിന്നെ നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ മാരിയപ്പനുണ്ട്, മുത്തുണ്ട്, പളനിയുണ്ട്. നമുക്ക് ഇവരെല്ലാം വെച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് ഇതിനു വേണ്ടി മാത്രമായിരുന്നു. നമുക്ക് ഇവരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഈ കാലൊന്ന് പതുക്കെ ഒന്ന് എടുത്തൊന്ന് നോക്കാം. വേണ്ടല്ലേ, നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നല്ല കാല് തൊട്ടപ്പോഴേ ഇരിഞ്ഞു പോന്നു. നല്ല. അപ്പം നമുക്ക് ആദ്യം മാരിയപ്പന് കൊടുക്കാം. മാരിയപ്പം കഴിച്ചു നോക്കിയിട്ട് പറയട്ടെ എങ്ങനെ ഉണ്ടെന്ന്. சாப்பிட்டு பாருங்க எப்படி இருக்குன்னு. மாரிப்பா எப்படி இருக்கு? சூப்பரா. என்ன சூப்பர்னு சொன்னா என்ன? அருமையா இருக்கு. நம்ம டேஸ்ட் நம்ம பார்த்தது இல்லையா? இல்ல. தேங்க்யூ. பழனி வாங்க. പളനി കഴിക്കുന്നുണ്ട്. പളനി എന്നാ പറയുന്ന അഭിപ്രായം? எப்படி இருக்கு? சூப்பர் டேஸ்ட். சூப்பரா இருக்கு. டேஸ்ட் நல்லா இருக்கு. இந்த மாதிரி டேஸ்ட் எங்கேயும் நாங்க பார்த்ததே இல்லை. சூப்பரா இருக்கு. சூப்பரா. നല്ല വെന്തിട്ടാ? വെന്തിருக்கு. സോഫ്റ്റാ ഇருக்கு. നല്ല ഇരിക്കല്ലേ? ഓക്കെ. അടുത്ത് നമ്മള് എന്തില് കഴിക്കുന്നുണ്ട്? செந்தில் எப்படி இருக்கு? அருமையா இருக்கு, நல்லா இருக்கு. இந்த மாதிரி நான் சாப்பிட்டதே இல்லை. இதே ரொம்ப டேஸ்டா இருக்கு. நல்லா இருக்கா? சூப்பரா இருக்கு. ஓகே. அப்ப இனி யாரு இது? கிச்சமணி. சொக்கலிங்கம் கூப்பிடுவாங்க. கிச்சாமணிக்கு கொடுக்கலாம். சொல்றேன். கிச்சாமணி எப்படி பார்த்து? கிச்சாமணி தின்னுണ്ട്. சூப்பரா இருக்கு சார். சூப்பரா. என் சர்ச்சையில சாப்பிடல. தின்னுட்டு சொல்லுங்க. உங்களை வாயில வச்சுட்டு അല്ലാതെ തിന്നിട്ട് சொல்லுங்க. നല്ല ഇരിക്കാ? ടേസ്റ്റ് നോക്കി ഇവിടെ നാട്ടുകാര്, നമ്മുടെ വത്തലകുണ്ടിലെ നാട്ടുകാർ മുഴുവൻ ടേസ്റ്റ് നോക്കി. ഇവിടുത്തെ നമ്മുടെ സഹോദരങ്ങള്. അപ്പം ഇനി കുറെ ആൾക്കാർ വരാനുണ്ട്. നമുക്ക് അതിനു മുമ്പ് ഒന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ലൊരു ടെസ്റ്റാണ്. നന്നായിട്ട് വെന്തു, നല്ല അഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അധികം മസാല ഉപയോഗിച്ചില്ലായിരുന്നു. മസാലയുടെ വലിയൊരു ഫ്ലേവറൊന്നും വരുന്നില്ല, പക്ഷേ നന്നായിട്ടുണ്ട്. ആ ചെമ്മരിയാട് ഞാൻ ഫസ്റ്റിലേ കഴിക്കുവാണ്. ആദ്യമായിട്ടാണ് ചെമ്മരിയാട് കഴിക്കുന്നത്. നമ്മൾ ആട് കഴിച്ചിട്ടുണ്ട്, ആടിൻ്റെ പീസൊക്കെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് മുഴുവനായിട്ട് ചെമ്മരിയാടിനെ ആദ്യമായിട്ടാണ്. കേരളത്തിൽ തന്നെ അധികം ആരും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു ഫ്ലേവറാണ്. പക്ഷേ ഇച്ചിരി നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. കൊള്ളാം. നമുക്ക് ഇനി ആ ടിപ്പിനകത്ത് മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ ഇതുണ്ട്, നല്ല വെന്ത് നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട്. നല്ല ഇതിനകത്തൊന്ന് മുക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. സത്യം പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ കഴിച്ചിട്ടില്ല. നമ്മൾ ഇനി നമ്മുടെ ജോബിയണ്ണനുണ്ട്. നമുക്കിത് നാരങ്ങാനീര് മൊത്തം ഒന്ന് പിഴിയാം. വെച്ചുകൂടൊന്നും അതിൻ്റെ ടെസ്റ്റ് ആയിക്കോളും. ആ പുളിയൊക്കെ ഇറങ്ങി നല്ല ഫുഡ് ആസ്വദിക്കുന്ന ആളാണ്. ശരിക്കും ഫുഡ് ആസ്വദിക്കുന്ന ആളാണ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക്. എണ്ണം കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. എന്നെ ഈ ഫ്ലേവർ
വരുന്നുണ്ടല്ലേ? ആ, നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞില്ല. തായ് മസാല ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സ്പോഞ്ച് പോലെ വന്നിട്ടുണ്ട്. നല്ല കൊള്ളാം. താങ്ക് യു. നമ്മുടെ അനീഷ് കൂട്ടം കൊണ്ടുണ്ട്, ഓർക്കിഡ് അനീഷ്. അപ്പോൾ അനീഷ് കൂട്ടന് അല്ല, അവന് കൈ കൊടുത്താൽ അത് ശരിയാകത്തില്ല. കാരണം നമ്മുടെ അവന് വായി വെച്ച് തന്നെ കൊടുക്കണം. സൂപ്പറായിട്ടുണ്ട് അല്ലേ? ആദ്യമായിട്ട് കഴിക്കാം ചെമ്മരിയാടിന്റെ ഇറച്ചി. അതിൽ വെന്തിട്ടുണ്ട്, സ്പോഞ്ചായിട്ടുള്ള ഇറച്ചി. ഇത്രയും സൂപ്പർ, അടിപൊളി. ഇപ്പൊ കഴിച്ചവരൊക്കെ സൂപ്പറാന്നാ പറയുന്നത്. നമ്മളും കഴിച്ചു, നന്നായിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടായിരുന്നു. അതിനൊരു ടേസ്റ്റ് അതിൻ്റെ ആ നെയ്യുടെ ഒക്കെ ആയിരിക്കും, ചെമ്മരിയാടിൻ്റെ ഒക്കെ ആ ഒരു ഇത് കഴിക്കുന്ന പച്ചിലയുടെ ഒക്കെ ആയിരിക്കും. ഇതിനെ അഴിച്ചു വിട്ട് വളർത്തുന്ന ഒരു ഇതാണ്. നമ്മളെ കൂട്ടിലിട്ട പല്ലറ്റൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ കണ്ടായിരുന്നു, നമ്മുടെ വീഡിയോക്കകത്ത് കണ്ടായിരുന്നു. അപ്പം നമുക്കിനി ഇവിടത്തെ എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടെ കൂടി ഇത് കഴിക്കാം. അപ്പം ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. പുതിയ വീഡിയോകളും പുതിയ രുചികളുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.